പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് കാണാം. ഇതുപോലെ ടിന്നിൽ ഉറുമ്പ്, പാറ്റ, ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാതിരിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ കഴുകി ഉണക്കിയതിന് ശേഷം ഇതിലേക്ക് വിനാഗിരി ഉണ്ടല്ലോ, ലേശം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഇതൊന്ന് തുടച്ചെടുക്കാം. ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒന്നും ഒരു പ്രാണി പോലും വരില്ല കേട്ടോ. കഴുകി വെച്ച ടിന്നുകൾ നമ്മൾ ഓരോന്ന് ഇട്ട് വയ്ക്കുമല്ലോ, അങ്ങനെ വയ്ക്കുമ്പോൾ പ്രാണികളൊന്നും വരില്ല. സൈഡൊക്കെ തുടച്ച് നമ്മൾക്ക് ടിന്ന് നിറച്ചിടാൻ പറ്റാത്ത സാധനങ്ങളാണ് ഈ റാഗിപ്പൊടി, ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ കവറോടുകൂടി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കവറിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രാണികളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല. ഇപ്പം വിനാഗിരി പരട്ടി കഴിഞ്ഞാൽ തന്നെ പ്രാണികൾ വരില്ല കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിൽ വല്ലതും പൊടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളമയാണെങ്കിൽ തുടച്ചെടുക്കുമല്ലോ, അതിന് പകരം തുടച്ച് വേണമെങ്കിൽ എടുക്കാം. എന്നാലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെറുതായിട്ട് ഓണാക്കുക. ഓണായില്ലേ? ഇതുപോലെ സ്റ്റവ് ഓണാക്കുക. എന്നിട്ട് ഈ ജാറുണ്ടല്ലോ മിക്സിയുടെ, അതിങ്ങനെ കമത്തി പിടിക്കാം. പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളമയം മാറിക്കിട്ടും. എന്നിട്ട് നമുക്ക് വല്ല മസാല പൊടിക്കാനോ എന്തെങ്കിലുമൊക്കെ പൊടിക്കാനുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വെയിൽ കൊള്ളണ്ടേ, വെയിലത്ത് വെച്ചെങ്കിലല്ലോ നല്ലോണം ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കണ്ട ഉള്ളിലത്തെ വെള്ളമൊക്കെ പോയി കിട്ടും. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ചെറിയ ചൂടാക്കിയാൽ മതി കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ പോയി കിട്ടി. അടുത്ത ടിപ്പ് കാണാം. നമ്മൾ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവരെ, തടി കുറയുന്ന ആഗ്രഹിക്കുന്നവരും കൊളസ്ട്രോൾ ഉള്ളവരും എന്താ ചെയ്യാൻ നോക്കാം കേട്ടോ. അതുപോലെ സ്റ്റവ് ഒന്ന് കത്തിക്കാം. വെള്ളം ചൂടായി വരട്ടെ കേട്ടോ. ചൂടായ വെള്ളത്തിലേക്ക് 1.5 ഗ്ലാസ്സോളം വെള്ളം ഉണ്ട് കേട്ടോ. അതിലേക്ക് ഇത്രയ്ക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. തൊലിയൊന്നും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കഴുകിയെടുത്താൽ മതി. ഇതിലേക്കൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഫ്രഷ് കറിവേപ്പിലാണെങ്കിൽ അതിട്ടാൽ മതി. നമ്മുടെ വീട്ടിലത്തെ കറിവേപ്പിലാണെങ്കിൽ അതിട്ടാൽ മതി. ഞാനിപ്പോൾ പുറത്തത്തെ കറിവേപ്പിലയാണത് കഴുകിയെടുത്തത് ഇതിലേക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഈ ഇതുണ്ടല്ലോ വെളുത്തുള്ളി ഒന്ന് വെന്ത് വരണം. ഇത് വെറും വയറ്റിൽ കുടിക്കണം കേട്ടോ. ഞാനിപ്പോൾ വെറും വയറ്റിൽ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതാണ് പറയണത്. കൊളസ്ട്രോൾ കുറയാനും തടി കുറയണമെങ്കിൽ കുറയും ചെയ്യും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് വെളുത്തുള്ളി. സ്റ്റവ് ഓഫാക്കണം. ഇതിലേക്ക് വേണ്ടതാണ് ഒരു പിടി മുരിങ്ങയില. ഇതിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. ഇതൊന്ന് മൂടി വയ്ക്കാം. ചൂടാറുമ്പോൾ കുടിക്കാം. ഒരു നുള്ളു ഉപ്പിട്ടുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചൂടാറുമ്പോൾ വെറും വയറ്റിൽ കുടിക്കാം. അടുത്ത ടിപ്പ് കാണാം കേട്ടോ. കേട്ടോ, നിറച്ച് ഉറുമ്പാണ് കേട്ടോ. ചുമരുമ്മ അത് നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ദ്വാരം പോലെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഉറുമ്പുകൾ കയറി വരും കേട്ടോ. നമ്മൾ ചോക്ക് വരച്ചാലും പിന്നെയും ഉറുമ്പുകൾ വരും. അപ്പോൾ ഞാൻ ഇതിനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് കാണിക്കാം. കണ്ടോ, കർപ്പൂരം, നമ്മുടെ കർപ്പൂരമാണ് കേട്ടോ. അത് 2 എണ്ണം എടുക്കാം. 2 എണ്ണം 3 എണ്ണം എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു പേപ്പറിലോട്ട് വെച്ച് കൊടുക്കുക. ഒന്ന് ചതച്ച് കൊടുക്കാം. കണ്ടോ, കർപ്പൂരം 2 എണ്ണം പൊടിച്ചതാണ്. നല്ലോണം പൊടിഞ്ഞുകൊണ്ട് വരുന്നില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ വിനാഗിരിയുടെ കുപ്പി എടുക്കാം കേട്ടോ. വിനാഗിരി എടുക്കാം. അപ്പോൾ ഈ കുപ്പിയിൽ കുറച്ച് വിനാഗിരി ഉള്ളൂ. ഇതിലേക്കാണ് ഇട്ട് കൊടുക്കാം. ഒത്തിരി സോപ്പും പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ആണെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ എടുക്കണില്ല. കർപ്പൂരം നല്ലതാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വരാം കേട്ടോ.
ഈ കുപ്പിയിലേക്ക് കണ്ട ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, 25 രൂപയുള്ളൂ. ഇന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഏത് കുപ്പിയുടെ മുടിയായിട്ട് യോജിച്ച് പോകട്ടാ, കുപ്പിയായിട്ടും യോജിച്ച് പോവും. ഇതിന് ഉറുമ്പുള്ള ഭാഗത്ത് ഇതൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഉറുമ്പുള്ള അപ്പം തന്നെ ചത്ത് പോകണ്ട, അനങ്ങാതിരിക്കട്ടാ. നിറച്ചുണ്ട് ഉറുമ്പ്. എപ്പോഴും ചോക്ക് വരയ്ക്കലാണ് പണി കേട്ടോ. അപ്പോൾ ചോക്ക് അതിൻ്റെ ഗുണമൊക്കെ പോയി. കണ്ടോ കിണറിൻ്റെ അവിടെ കൂട് കൂട്ടിക്കണ്. കരിക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചധികം തന്നെ കിടക്കട്ടെ. ഇവിടെ നിറച്ച് ഉറുമ്പാട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊക്കെ പോവും. ഇത് കണ്ട ഷമാമ കഴിച്ചിട്ട് അതിൻ്റെ കുരു നട്ടതാട്ടത് കണ്ട. ഷമാമിൻ്റെ കുരു മുളച്ച് വന്നേക്കണം കേട്ടോ. ഉണ്ടാവുമെന്നറിയില്ല, എന്നാലും ഞാൻ ചട്ടിയിൽ പാവിയതാ. ഇതാണ് നമ്മുടെ പടവലങ്ങയുടെ കണ്ടോ. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇതിന് പറിച്ച് നടണം വലുതായിട്ട്. അപ്പോൾ അതാ വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് വെറും വയറ്റിലാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് കൊളസ്ട്രോളിന് ബെസ്റ്റാണ് കേട്ടോ. അത് ഞാൻ വേറൊരു ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. ഞാനിപ്പോൾ കുടിക്കുന്നുണ്ട്. ഇത് വെറും വയറ്റിൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കൊളസ്ട്രോൾ ഉള്ളവർ കുടിക്കാം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.